തിരുവനന്തപുരം ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിന്റെ 6ാം നിലയിലെ സീലിംഗ് പൊളിഞ്ഞു വീണു. ഇന്ന് വൈകിട്ട് 5 അരയോടെയാണ് കെട്ടിടത്തിന്റെ സീലിംഗ് പൊളിഞ്ഞു വീണത്. കെട്ടിടത്തിന് മുന്നിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കെട്ടിടത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി മുൻപ് പരാതി നൽകിയിരുന്നതായി നാട്ടുകാർ പ്രതികരിച്ചു. തിരുവനന്തപുരം ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ ഹൗസിംഗ് ബോർഡ് വാണിജ്യ കോംപ്ലക്സ് ആണ് കാണുന്നത്. ഇന്നിവിടെ ഭാഗ്യം എന്ന ഘടകം കൊണ്ട് മാത്രം ഒരു വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് ഒരു സീലിംഗ് ആണ്, 6ാം നിലയിലെ സീലിംഗ്, ഈ കെട്ടിടത്തിൻ്റെ സീലിംഗ് അടർന്ന് നേരെ താഴേക്ക് വീഴുകയായിരുന്നു. തൊട്ട് മുന്നിൽ അടർന്ന് വീണ ഭാഗം നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം വലിയ രീതിയിലാണ് ആ വീഴ്ചയുണ്ടായത്. അതിനുശേഷം ഈ ചിന്നി ചിതറി കിടക്കുന്നതും കാണാം, ഈ കോൺക്രീറ്റ് പാളികൾ കിടക്കുന്നത് കാണാം, കോൺക്രീറ്റ് കമ്പികളുണ്ട്, വലിയ കഷ്ണങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ കടയുടമ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. ആ അപകടമുണ്ടാകുന്ന തൊട്ട് മുമ്പാണ് ഒരു കസ്റ്റമർ ഈ കടയുമായി ബന്ധപ്പെട്ട് വന്ന് പിന്നീട് മടങ്ങിയത്. വൈകിട്ട് 5:30 മണിക്കാണ് ഇന്നൊരു മേജർ പോർഷൻ വീണത്. ഒരു 3 ദിവസം മുമ്പേ ചെറിയൊരു പോർഷൻ വീണായിരുന്നു. അപ്പോൾ അന്നേരം തന്നെ ഇവർ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഫുൾ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കാനായിരുന്നു പ്ലാൻ. ഈ കെട്ടിടത്തിൻ്റെ 4 സൈഡും ഇതേപോലെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇത് 10-55 വർഷം പഴക്കമുള്ള, അങ്ങോട്ട് പോകാനേ പറ്റില്ല. അറിയാമെന്നുള്ളവർ അങ്ങോട്ട് കയറി പോകില്ല, അറിഞ്ഞുകൂടാത്തവർ ഓടി കയറി പോകുക. എന്ന് വെച്ചാൽ നമ്മളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു മാസം കൊണ്ട് ചെറിയ ചെറിയ പീസ് പൊടിഞ്ഞു വീഴുക. ഇതിൻ്റെ അകത്ത് ഇതിനേക്കാൾ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ്. ഒരുപാട് ജീവനക്കാരും അതുപോലെ തന്നെ പബ്ലിക്കൊക്കെ വരുന്ന ഓഫീസാണ്. പക്ഷേ അതിനകത്ത് ജോലി ചെയ്യാൻ തീരെ മോശപ്പെട്ട സാഹചര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ അകത്തിരിക്കാൻ. ഒന്നാമത് ഒരു പഴയ ബിൽഡിംഗ് കൂടി ആയതുകൊണ്ട് പിന്നെ പലപ്പോഴും എലിയുടെ ശല്യം വരെ അതിൻ്റെ അകത്തുണ്ട്. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ വല്ലാത്തൊരു നാശം സംഭവിച്ച നിലയിലാണുള്ളത്. അപ്പോൾ ഈ കെട്ടിടം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഇതുവഴി നടക്കാൻ പോലും പേടിയാകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും ആ പേടി എത്രമാത്രം വലുതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അടിയന്തര നടപടി വേണമെന്ന് തന്നെയാണ് വ്യാപാരികളും നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.